ഹലോ എവരിബഡി, ഞാൻ രേഖ. രാജം പ്ലാൻസിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് അഗ്ലോണിമകളാണ്. ആദ്യത്തെ പ്ലാന്റ് ഈ കാണുന്ന സ്റ്റാർ ഡസ്റ്റ് ആണ്, റെഡ് സ്റ്റാർ ഡസ്റ്റ്. നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്, മദർ പ്ലാന്റ് എന്ന് തന്നെ പറയാവുന്ന ഈ പ്ലാന്റ് സെയിലിനായിട്ടുണ്ട്. പ്രൈസ് സ്ക്രീനിൽ തന്നെ എഴുതിയിട്ടുണ്ട്. എല്ലാത്തിനും തന്നെ കൊറിയർ ചാർജ് എക്സ്ട്രാ വരും. നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്, റെഡ് കളറൊക്കെ വന്നതാണ്. അടുത്ത പ്ലാന്റ് ചൈന റെഡ് ആണ്. ചൈന റെഡ് എന്നും ചിലർ ചൈന പിങ്ക് എന്നും ഒക്കെ പറയുന്നുണ്ട്. പിങ്ക് കളർ, ഡാർക്ക് പിങ്ക് കളറ് ഇലകളിലെല്ലാം വരുന്ന പ്ലാന്റ് ആണ്. ഈ ഇരിക്കുന്ന പ്ലാന്റിന് ഗ്രീൻ പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല. അതും മദർ പ്ലാന്റ് എന്ന് തന്നെ പറയാവുന്ന പ്ലാന്റ് ആണ്. രണ്ടാമത്തെ പ്ലാന്റ് ഇതാണ്. DTDC ത്രൂവും സ്പീഡ് പോസ്റ്റ് ത്രൂവുമാണ് പ്ലാൻസ് എല്ലാം അയയ്ക്കുക. ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുകയോ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുകയോ ചെയ്യുക. അധികം ഒന്നും കാണാത്ത ഓറഞ്ച് സ്റ്റാർ ഡസ്റ്റിൻ്റെ ഈ പ്ലാന്റും ഇപ്പോൾ അവൈലബിൾ ആണ് സെയിലിനായിട്ട്. ഇത് റെഡ് സ്റ്റാർ ഡസ്റ്റ് പോലെയും ഗ്രീൻ സ്റ്റാർ ഡസ്റ്റ് പോലെയും അധികം കാണാത്ത ഒരു പ്ലാന്റാണ്. എബോവ് മീഡിയം സൈസാണ്, അതും സെയിലിനായിട്ട് അവൈലബിൾ ആണ്. ഡോളറിൻ്റെ ഈ പ്ലാന്റും ഏകദേശം വിദൂരിയുടെ കൂട്ടൊക്കെ ഇരിക്കുമെങ്കിലും പേര് ഇതിൻ്റെ വേറെയാണ്. ഡോളർ എന്ന ഐഡിയിൽ വന്ന ഈ പ്ലാന്റും സെയിലിനായിട്ട് അവൈലബിൾ ആണ്. ഡബിൾ ഷൂട്ടും ഉള്ള പോട്ടും സിംഗിളായ പ്ലാന്റും അവൈലബിൾ ആണ്. GPay ആണ് പേയ്മെൻറ്റ് മോഡ് വരിക. എല്ലാം തന്നെ നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ്. പ്ലാന്റ്സ് കാണാൻ വേണ്ടിയാണ് വീണ്ടും ആ ഡോളറിൻ്റെയും സ്റ്റാർ ഡസ്റ്റിൻ്റെ ഓറഞ്ച് സ്റ്റാർ ഡസ്റ്റിൻ്റെ ഓറഞ്ച് കളറ് അങ്ങിങ്ങായിട്ട് ഇലകളിലെല്ലാം വന്നിട്ടേ ഉള്ളൂ. പൂർണ്ണമായിട്ടും ഗ്രീൻ കളർ മാറി ഓറഞ്ച് വന്നിട്ടില്ല, ഓറഞ്ച് കളറായിട്ടില്ല. അടുത്തത് ഈ കാണുന്ന ഗ്രീൻ ബൗളാണ്, സെയിലിനായിട്ട് അവൈലബിൾ ആണ് അതും. അടുത്തത് ഈ സൂപ്പർ വൈറ്റ് ആണ്. സൂപ്പർ വൈറ്റിൻ്റെ എബോവ് മീഡിയം സൈസിലുള്ള ഈ പ്ലാന്റുകളാണ്. അങ്ങിങ്ങായിട്ട് ഗ്രീൻ ഉണ്ട്, പൂർണ്ണമായിട്ടും വൈറ്റ് കളർ ആയിട്ടില്ല. ചില ഇലകളൊക്കെ വൈറ്റ് കളർ ആയിട്ടുണ്ട്. പ്രൈസ് ഇപ്രാവശ്യം സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയാത്തത്. അടുത്തത് 10 ക്യാരറ്റിൻ്റെ ഈ പ്ലാന്റ് ആണ്. 10 ക്യാരറ്റിൻ്റെയും എബോവ് മീഡിയം സൈസിൽ വരുന്ന, ചിലതിനെയൊക്കെ മദർ പ്ലാന്റ് എന്നും പറയാവുന്ന പ്ലാന്റുകളാണ് സെയിലിനായിട്ടുള്ളത്. 10 ക്യാരറ്റ്. അടുത്തത് ഈ കാണുന്നത് ബ്യൂട്ടി റെഡിൻ്റെ പ്ലാന്റുകളാണ്. മീഡിയം സൈസ് വരുന്ന പ്ലാന്റുകളാണ് എല്ലാം തന്നെ. ബ്യൂട്ടി റെഡിൻ്റെ നല്ല റെഡ് കളറൊക്കെ ആകുന്നതാണ് ഇതും. ഇപ്പം നല്ല ഡാർക്ക് പിങ്ക് കളറാണ്. ഗ്രീൻ കളറ് അങ്ങിങ്ങായിട്ട് മാത്രമേ കാണാനുള്ളൂ. ഇത് ട്രൈ കളറിൻ്റെ പ്ലാന്റാണ്. അതിൻ്റെ പ്രൈസിന് മാറ്റമുണ്ട്, മറ്റേതിൻ്റെ പ്രൈസ് അല്ല അതിന് വരിക. അടുത്തത് എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമുള്ള ഒരു പ്ലാന്റാണ് സെൻസ്റ്റാർ. സെൻസ്റ്റാറിൻ്റെ മീഡിയം സൈസിലെ പ്ലാന്റ്സും അവൈലബിൾ ആണ്. വലിയ പ്ലാന്റും അവൈലബിൾ ആണ്. ഈ കാണിച്ചിരിക്കുന്നത് മീഡിയം സൈസ് പ്ലാന്റുകളാണ്. തായ് റെഡിൻ്റെ ഈ പ്ലാന്റ്സും സെയിലിനായിട്ട് അവൈലബിൾ ആണ്. മീഡിയം സൈസോ എബോവ് മീഡിയം സൈസോ വരുന്ന പ്ലാന്റുകളാണ്. ഗ്രീൻ കളറൊക്കെ വളരെ കുറവേ ഉള്ളൂ. റെഡും പൂർണ്ണമായിട്ട് ഓൾമോസ്റ്റ് റെഡ് കളറൊക്കെ കയറി വന്ന പ്ലാന്റുകളാണ്. സ്കെയിൽ വെച്ച് പ്ലാന്റിൻ്റെ സൈസ് നോക്കാൻ വേണ്ടി ഞാൻ സ്കെയിലിന് പോയിട്ട് എനിക്ക് വുഡൻ സ്കെയിലും കിട്ടിയില്ല, സ്റ്റീൽ സ്കെയിലും കിട്ടിയില്ല. ഈ സ്കെയിലാണ് കിട്ടിയത്. പക്ഷേ അത് വെച്ചിട്ട് വീഡിയോ എടുത്ത് നോക്കിയിട്ട് അത്ര ക്ലിയർ ആകുന്നില്ല. സ്കെയിലിലെ സെൻറ്റിമീറ്റേഴ്സ് ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അല്ലെങ്കിൽ എല്ലാവരും വീണ്ടും വീണ്ടും ഇങ്ങനെ പ്ലാന്റിൻ്റെ ഫോട്ടോ ഇടുമോ, അയക്കുന്ന പ്ലാന്റിൻ്റെ ഫോട്ടോ ഇടുമോ, എന്താണ് സൈസ് ഇങ്ങനെ ചോദിക്കുമല്ലോ. അപ്പോൾ സ്കെയിൽ വെച്ച് കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ ഒരു സൈസ് ഐഡിയ കിട്ടുമല്ലോ എന്ന് കരുതി സ്കെയിൽ വാങ്ങിച്ചതാണ്. പക്ഷേ ഈ സ്കെയിൽ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലെന്നാണ് തോന്നുന്നത്. ഒരു കയ്യിൽ മൊബൈൽ പിടിച്ചിട്ട് വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകുന്നത്, പ്രോപ്പറായിട്ട് പിക്ക് കിട്ടാത്തത്. തായ് റെഡ്. അടുത്തത് തായ് വൈറ്റിൻ്റെ ഈ പ്ലാന്റ്സുകളാണ്. സൂപ്പർ വൈറ്റിൻ്റെ കൂട്ട് ഏകദേശം വരുമെങ്കിലും ആ വൈറ്റ് കളറിന് തന്നെ ഒരു മാറ്റമുണ്ട്. മറ്റേതിന് ഒരു ഗ്രീൻ കളറിന് വൈറ്റ് കളറാണ് വരിക. ഇതിനൊരു വേറെ കുറച്ചുകൂടി ഒരു വെള്ളക്കളറ്, മാറ്റമുള്ള വെള്ളക്കളറാണ്. ആദ്യം കാണിച്ചത് തായ് റെഡാണ്, ഇത് തായ് വൈറ്റാണ്, അതും സെയിലിനായിട്ടുണ്ടത്. അടുത്തത് ഇത് ജയ്പോങ് റെഡാണ്. ജയ്പോങ് റെഡിൻ്റെ മീഡിയം സൈസ്, ചില പ്ലാന്റ്സ് എബോവ് മീഡിയം സൈസും വരുന്നവയാണ്. അതും സെയിലിനായിട്ട് അവൈലബിൾ ആണ്. റെഡ് കളറൊക്കെ കയറി നല്ലതായിട്ട് റെഡ് കളർ വന്ന പ്ലാന്റ് തന്നെയാണ്. സ്കെയിൽ കൊണ്ട് പ്രയോജനമില്ല. സ്കെയിൽ വെച്ച് നോക്കിയിട്ട് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് കാണത്തില്ല ശരിക്കും. എത്ര സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് എത്ര ഇഞ്ച് ഉണ്ടെന്നൊക്കെ കാണാൻ വേണ്ടിയാണ് സ്കെയിൽ ഉപയോഗിച്ചത്. പക്ഷേ
ശരിയായില്ല. ഇതിലേതെങ്കിലും പ്ലാൻസ് വേണമെങ്കിൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. പിന്നെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. വീഡിയോ കാണുന്നവർ എൻഡ് വരെ കാണണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. നിങ്ങളുടെ ഒന്നും സപ്പോർട്ടില്ലെങ്കിൽ നമുക്ക് നിലനിൽക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അടുത്തത് ഈ പേൾ ഓഫ് മെല്ലോയാണ്. ഇതും എപ്പോഴും ഒരു ഡിമാൻഡുള്ള, എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ്. ഇതും മീഡിയം സൈസോ എബോവ് മീഡിയം സൈസോ വരുന്ന പ്ലാന്റുകളാണ് എല്ലാം തന്നെ. അതിന് ആ വിലയൊക്കെ കുറച്ചുള്ള പ്ലാന്റാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഈ കാണുന്ന പ്ലാന്റ്സ് എല്ലാം ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആണ്. സാധാരണ ഒരു 2-3 പ്ലാന്റ്സൊക്കെ കഴിയുമ്പോൾ എൻ്റെ സ്റ്റോക്ക് തീരുന്നതാണ്. ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ പ്ലാന്റ്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ അല്ലേ, അതുകൊണ്ട്. ഇതാണ് സൈസ് വരിക. ജയ്പോങ് റെഡിൻ്റെ ചില പ്ലാന്റ്സിന് ഈ സൈസുള്ള പ്ലാന്റുകളുണ്ട്. ജയ്പോങ് റെഡിൻ്റെ സിംഗിൾ പ്ലാന്റ് കാണിക്കുമ്പോഴല്ലേ സൈസിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവും. അതിനുവേണ്ടിയാണ് ഇത് കാണിക്കുന്നത്. ജയ്പോങ് റെഡാണ് കാണിച്ചത്. അടുത്തത് ഇത് പേൾ ഓഫ് മെലോയുടെ ഈ സൈസാണ് വരിക. പേൾ ഓഫ് മെലോയുടെ പ്ലാന്റിൻ്റെ സെയിലിനായിട്ടുള്ളത്. കളറ് നല്ല കളറൊക്കെ വന്ന പ്ലാന്റുകൾ തന്നെയാണ്. ഇത് വരിക സൂപ്പർ വൈറ്റാണ്. നല്ല വൈറ്റ് കളറൊക്കെ വന്ന പ്ലാന്റാണ് ഇതും. സൈസ് കാണാൻ വേണ്ടിയാണ് സെപ്പറേറ്റ് പ്ലാന്റ്സ് കാണിക്കുന്നത്. ഇതാണ് സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് വരിക. ഇത് ടൈ വൈറ്റിൻ്റെ ഡബിൾ ഷൂട്ടാണ് കാണുന്നത്. ഡബിൾ ഷൂട്ട് ഇത്രയും വരും. ഇത് തായ് റെഡിൻ്റെ പ്ലാന്റാണ്. മീഡിയം സൈസ് പ്ലാന്റാണ്. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാ പ്ലാന്റ്സും ഒരേ സൈസിൽ ആകണമെന്നില്ല. ഈ പിങ്ക് ക്യാബേജും സെയിലിനായിട്ട് അവൈലബിൾ ആണ്. അതിന് ഇച്ചിരി പ്രൈസുള്ള പ്ലാന്റാണ്. ഇതിന് മുമ്പ് ഞാൻ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ തീർന്നു പോയി. ഹെങ്ങിൻ്റെ ഈ പ്ലാന്റ് മദർ പ്ലാന്റാണ്. ഹെങ്ങിൻ്റെ ഇതും ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആണ്. ബ്ലാക്ക് ലിപ്സ്റ്റിക് പ്ലാന്റുകളിൽ കുറച്ച് ഡിമാൻഡുള്ള ഒരു പ്ലാന്റാണ് ബ്ലാക്ക് ലിപ്സ്റ്റിക്ക്. അതുമുണ്ട്. റിഫ്ലക്ടറും ഇപ്പോൾ അവൈലബിൾ ആണ്. പലരും റിഫ്ലക്ടർ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അഗ്ലോണിമ അതും ഇപ്പോൾ അവൈലബിൾ ആണ്. അധികം പ്ലാന്റ് ഒന്നുമില്ല, 1-2 പ്ലാന്റൊക്കെ ഉള്ളൂ. റെഡ് ആർമിയുടെ ഈ പ്ലാന്റും ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആണ്. ഈ പ്ലാന്റുകളൊന്നും അധികം നമ്പറില്ല, കുറച്ച് മാത്രമേ ഉള്ളൂ. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് റെഡ് ആർമിയുടെ ഈ പ്ലാന്റ്. മിൽക്കി വേയുടെ ഈ മീഡിയം സൈസ് പോലുള്ള പ്ലാന്റും സെയിലിനായിട്ട് അവൈലബിൾ ആണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു അഗെയിൻ.